എല്ലാവർക്കും നമസ്കാരം. ഞാൻ മനേഷ് കുമാർ തൃപ്പൂണിത്തുറ MQSന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവരെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടു കൂടി മുമ്പോട്ട് പോകുന്നു. ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ്. 2023 ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു. ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി എൻട്രി, എക്സിറ്റ്, കൺസോൾട്ടേഷൻ, സ്റ്റോപ്പ് ലോസ് ഏരിയാസ്, സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയാസ് ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഞാൻ ഈ ഒരു ചാർട്ട് യൂസ് ചെയ്യുന്നത്. ഈ ഒരു ചാർട്ട് വെച്ചിട്ട് F&O, MCX, ഫോറക്സ്, ക്രിപ്റ്റോ, സ്വിംഗ് ട്രേഡേഴ്സ് ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ചാർട്ടാണ്. അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് തന്നെ വിളിക്കാം. നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ്. അപ്പോൾ മാർക്കറ്റ് 9:08 ആയിട്ടുണ്ട് സമയം. മാർക്കറ്റ് 35 പോയിൻ്റാണ് ഗ്യാപ്പ്. അപ്പം അതൊന്നും അത്ര വലിയൊരു പോയിൻ്റ് അല്ല. ശരിക്കും ഒരു 60 പോയിൻ്റിൻ്റെ ഉള്ളിലൊക്കെ എന്ന് പറഞ്ഞാൽ അത് ശരിക്കും മാർക്കറ്റ് ന്യൂട്രൽ ഓപ്പൺ തന്നെയാണ്. അപ്പോൾ ആദ്യമേ നേരെ സ്ട്രൈക്ക് ഓൾറെഡി ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് റേറ്റ് കൂടുതലാണ്, നെക്സ്റ്റ് വീക്കാണ്. അപ്പോൾ ന്യൂട്രൽ ഓപ്പൺ ആയത് കാരണം വേണമെങ്കിൽ കറണ്ട് മാർക്കറ്റിൽ എടുക്കാം എന്നാണ് വിചാരിക്കുന്നത്. അതായത് ഇതിലൂടെ 24,400 സ്ട്രൈക്കാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. 24,400 സിയുടെ സ്ട്രൈക്കാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. പിയിൽ സെലക്ട് ചെയ്യാൻ പറ്റുന്ന സ്ട്രൈക്ക് 24,800 ഡെൽറ്റ വാല്യൂ കൂടുതലുള്ളത് ഇന്ന് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇന്ന് ബുധനാഴ്ച, ഈ ആഴ്ച തന്നെ എടുക്കാം എന്നാണ് വിചാരിക്കുന്നത്. കാരണം മറ്റേത് റേറ്റ് കൂടുതലാണ്. നെക്സ്റ്റ് വീക്ക് എടുക്കുമ്പോഴത്തേക്കും റേറ്റ് കൂടുതലാണ്. അതുകൊണ്ടാണ് ഈ ആഴ്ചത്തെ തന്നെ എടുത്തിരിക്കണേ. അപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്തിരിക്കുന്നത് 40 പോയിൻ്റാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അപ്പോൾ 40, 30, 70, 244, 290. 290 എന്ന് പറയുമ്പോൾ ഒരു 289 ലെവല്, ആ ലെവലിലേക്കാണ് മാർക്കറ്റിൻ്റെ ആദ്യത്തെ മൂവ്മെൻറ്റ് വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉള്ളത്. അതിൻ്റെ മുകളിൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ മാത്രമാണ് 309 ലെവലിലേക്ക് മാർക്കറ്റ് പോകത്തുള്ളൂ. മേജറായിട്ടുള്ള ഒരു റെസിസ്റ്റൻറ്റ് ലെവൽ എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ് 327 സിയുടെ അപ്രോക്സിമേറ്റ് ഒരു ലെവൽ എന്ന് പറയുന്നത്. ഫസ്റ്റ് പ്രയോറിറ്റി 327. സെക്കൻഡ് പ്രയോറിറ്റി കൺസോൾട്ടേഷൻ കഴിഞ്ഞിട്ടുള്ള മൂവ്മെൻറ്റിൽ 415. ഇതൊക്കെയാണ് മേജറായിട്ട് സിയുടെ ലെവലുകൾ. അപ്പോൾ ആദ്യത്തെ റിജക്ഷൻ 290 വരുമെന്നുള്ളതാണ് ആദ്യം നോക്കുന്നത്. അപ്പോൾ ആദ്യം 290 റിജക്ഷൻ ആവണം. അതിനുശേഷം വീണ്ടും ബ്രേക്ക് ഔട്ട് ചെയ്ത് പോയാലാണ് 327, 414 ഭാഗത്തേക്ക് മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് ഉണ്ടാവത്തുള്ളൂ. പിന്നെ അതൊരു ലോസിലേക്ക് പോകാനായിട്ടാണെങ്കിൽ ക്യാൻഡിൽ 240 താഴെ ക്ലോസ് ചെയ്ത് 220 താഴത്തോട്ട് മാർക്കറ്റ് ഡൗൺ ആയാലാണ് അത് ഡൗൺ ആയി എന്ന് പറയാനായിട്ട് പറ്റത്തുള്ളൂ. പിയുടെ ലെവൽ എന്ന് പറയുമ്പോഴത്തേക്കും മേജർ ആയിട്ടുള്ളത് ഇത് ഇന്നലത്തെ സ്ട്രൈക്കാണ്. ഒരുപാട് വരകളൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. 320 മുകളിലോട്ട് പോയാൽ മാത്രം പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യുന്നുള്ളൂ. അപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്തിരിക്കുന്നത് ഇപ്പം നിൽക്കുന്നത് 286 ലെവലിലാണ് പി നിൽക്കുന്നത്. അപ്പം അത് സപ്പോർട്ട് എടുക്കാനുള്ള ലെവൽ എന്ന് പറയുമ്പോൾ 220 കൺസോൾട്ടേഷനാണ്. അപ്പോൾ പി തിരിച്ച് മൂവ് ചെയ്യും. അതായത് എവിടെ നിന്നെങ്കിലും ഡൗൺ ആയിട്ട് തിരിച്ച് മൂവ് ചെയ്താൽ 260 മുകളിലോട്ട് പി മൂവ് ചെയ്താൽ 260 നിന്ന് സപ്പോർട്ട് എടുത്തിട്ട് തിരിച്ച് പി മൂവ് ചെയ്താൽ 275, 300 ഭാഗത്തേക്കായിരിക്കും മാർക്കറ്റ് ആദ്യം മൂവ് ചെയ്യുന്നത്. അതിന് മുകളിലോട്ട് മൂവ് ചെയ്താൽ മാത്രം പിയെ പറ്റി ആലോചിക്കാം. അത് പോകാനുള്ള ലെവൽസ് എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ലെവലുകളുണ്ടെങ്കിലും ആദ്യത്തെ ഒരു റെസിസ്റ്റൻസ് സോൺ എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ് ലെവലാണെല്ലാം. ബഫർ സോൺ എല്ലാത്തിനും കീപ്പ് ചെയ്യേണ്ടി വരും. 353 മേജറായിട്ടുള്ള ലെവല്. പിന്നെ 390, 435 ഇതൊക്കെയാണ് മേജറായിട്ടുള്ള ലെവലുകൾ മനസ്സിൽ കാണുന്നത്.
അപ്പോൾ അതൊക്കെയാണ് മെജോറിറ്റി ഇൻഡെക്സിൻ്റെ ലെവലുകൾ രാവിലെ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇൻഡെക്സിൻ്റെ ലെവലുകൾ എന്ന് പറയുമ്പോൾ ഈ മാർക്കറ്റ് 24,663 മുകളിലോട്ട് ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ മാത്രം അപ്പർ ലെവലിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യാം. ആ ലെവലിൽ 24,762 കൺസോൾട്ടേഷൻ ലെവലിലേക്ക് മൂവ് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റീസ് ആണ് കാണുന്നത്. 2 കൺസോൾട്ടേഷൻ സോൺ ഉണ്ട്. 24,663 മുകളിൽ പോയാൽ 24,717, 24,762 ഈ 2 ഡബിൾ കൺഫർമേഷൻ സോൺ അവിടെ നിൽപ്പുണ്ട്. നേരെ മറിച്ച് നിൽക്കുന്ന ഈ ഒരു 24,606 ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ ആദ്യം കോൺസെൻട്രേഷൻ ചെയ്യുന്ന ലെവൽ എന്ന് വെച്ചാൽ 24,461 ആണ് ആദ്യം കോൺസെൻട്രേഷൻ ചെയ്യുന്ന ഡൗൺ സൈഡ് ലെവൽ. ഇതൊക്കെയാണ് മെജോറിറ്റി ഇന്ന് മനസ്സിലാക്കാനായിട്ടുള്ളത്. അത് വെച്ചിട്ട് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാം എന്ന് വിചാരിക്കുന്നു. 2 മിനിറ്റ് കൂടെ ഉണ്ട്, വെയിറ്റ് ചെയ്യാം. മാർക്കറ്റ് ഓപ്പൺ ചെയ്യാനായിട്ട് പോവുകയാണ്. ഒരു 50% ക്രോസ് ഓവറിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. ഓൾറെഡി മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് തന്നെ 290-ലാണ്. അപ്പോൾ 290-ൽ അതിൻ്റെ ഹയർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ തിരിച്ചുള്ള ഇന്നലെ ഇതേപോലെ തന്നെയായിരുന്നു മാർക്കറ്റ്. തിരിച്ച് ആദ്യത്തെ ക്യാൻഡിൽ ഇങ്ങനെ സെയിം വന്നിട്ട് തിരിച്ച് വലിഞ്ഞ് മുകളിലോട്ട് പോയി. അപ്പോൾ ഇന്നങ്ങനെ വലിഞ്ഞു പോകുമെന്നൊന്നും ഉറപ്പിക്കാൻ പറ്റില്ല. 290 ബ്രേക്ക് ചെയ്താൽ മാത്രം ആ വലിവ് പ്രതീക്ഷിച്ചാൽ മതി. ഇല്ലെങ്കിൽ മാർക്കറ്റ് 290 ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മുകളിലോട്ട് പോയാൽ സിയുടെ വലിവ് 300-ലേക്കുള്ള 10 പോയിന്റ്. 260 ബ്രേക്ക് ചെയ്താൽ 265, പിന്നെ ഗ്യാപ്പ് ഫില്ലിംഗ് ആണ് പിയിൽ. അപ്പോൾ രാവിലെ തന്നെ മാർക്കറ്റ് സ്ട്രഗിൾ ചെയ്തിട്ടാണ് നിൽക്കുന്നത്. ഇന്നലത്തെ സെയിം സിറ്റുവേഷൻ ആണെങ്കിൽ സിയിൽ വലിവ് വന്നായിരുന്നു. ഇന്ന് അതേപോലെ വലിവ് വരുമെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. 290 മുകളിലോട്ട് പോയാൽ മാത്രം വലിവ്. അല്ലാത്ത പക്ഷം 260 തൊട്ട് 65 വരെ പിയുടെ മൂവ്മെന്റ് കിട്ടും. 65-ന് മേളിലോട്ട് പോയാൽ പിന്നെ SMA ആണ് ലെവലുള്ളത്. 270, 278, 286-ലേക്ക് മുട്ടിയില്ല. 85 വരെ മാർക്കറ്റ് പോയിട്ടുള്ളൂ. അപ്പം ഇന്നലെ എന്താണോ ആ മാർക്കറ്റിന്റെ ഓപ്പോസിറ്റ് ആണ് ഇന്ന് കിട്ടിയത്. 60, 85 വരെ സിംഗിൾ മൂവ്മെന്റിലാണ് 60 തൊട്ട് 25 പോയിന്റ് കയറിയത്. അതിനകത്തുനിന്നൊരു 10 പോയിന്റൊക്കെ ഈസി ആയിട്ട് എടുക്കാനായിട്ട് പറ്റും. സിയിൽ 290-ന് മുകളിൽ വന്നാൽ 300, 327 ഭാഗത്തേക്ക് കോൺസെൻട്രേഷൻ ചെയ്യും. കാരണം 209-ലേക്ക് പി ഡംപ് ആയാൽ, നിലവിലുള്ള ലോവർ ലെവലിൽ നിന്ന് പി ഡംപ് ആയാൽ സപ്പോർട്ട് എടുക്കാൻ വരുന്നത് 209 ഭാഗത്തേക്കായിരിക്കും. അപ്പോൾ ആ സപ്പോർട്ട് എടുക്കാൻ വരുന്ന ഡംപ് 290 മുതൽ 300, 327 വരെ സിയുടെ മൂവ്മെന്റ് കിട്ടുമെന്ന് നോക്കും. ഇതാണ് ഇനിയുള്ള നെക്സ്റ്റ് പ്ലാൻ. 290, 300, 308, കോട്ടെ 327-ലേക്ക്, 319, അപ്രോക്സിമേറ്റ് ലെവലാണ് 327 എന്ന് പറയുമ്പോൾ. കാരണം ഇവിടെ 1, 2, 3, 4 ക്യാൻഡിലുകളുണ്ട്. ഈ 4 ക്യാൻഡിലുകളുടെ ഏത് ലോവർ ലെവലിലാണ് മാർക്കറ്റ് ഹിറ്റ് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല. എന്നാലും 327 അപ്രോക്സിമേറ്റ് ആണ്. ഇപ്പം എന്നെ സംബന്ധിച്ച് പറഞ്ഞെങ്കിൽ 21 പോയിന്റിൽ ലോക്ക് ചെയ്യുക. ഒരെണ്ണം കൊടുക്കുക, ഒരെണ്ണം അവിടെ ഹോൾഡ് ചെയ്തിട്ട് കോസ്റ്റ് ടു കോസ്റ്റ് ഇട്ട് വെച്ചാലും വലിയ പ്രശ്നങ്ങളില്ല. ഒരെണ്ണത്തിൽ നിന്ന് 21 പോയിന്റ് കിട്ടണം. ഒരെണ്ണം അങ്ങ് കൊണ്ടുപോകണം എന്നുള്ളതാണ്. കാരണം പിയുടെ ലെവല് ലോവർ വിക്ക് ഓൾമോസ്റ്റ് പറഞ്ഞ അപ്രോക്സിമേറ്റ് ലെവലിൽ ഇപ്പോൾ സ്ട്രഗിൾ ചെയ്തിട്ട് നിൽക്കുകയാണ്. അത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോരണം. ഇവിടെ എന്തായാലും കുറച്ച് സ്ട്രഗിൾ വരും. അതിന് ശേഷമായിരിക്കും 327-ലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യത്തുള്ളൂ. 327 കഴിഞ്ഞാൽ പിന്നെ സ്ട്രഗിൾ ചെയ്ത് ഹൈ വോളിയം ജനറേറ്റ് ചെയ്ത ഉച്ച കഴിഞ്ഞിട്ടുള്ള മൂവ്മെന്റ് ആണെങ്കിലും കറങ്ങി തിരിഞ്ഞൊക്കെ മാർക്കറ്റ് വന്നാൽ 414 വരെ വന്നിട്ടായിരിക്കും അവസാനിക്കണേ. ഒറ്റയടിക്കൊന്നും വരൂല. നല്ല സ്ട്രഗിൾ വന്ന ഏരിയ ആണ്. ഹൈ വോളിയം ഒക്കെ ജനറേറ്റ് ചെയ്ത് പതുക്കെ കാര്യവിവരങ്ങളൊക്കെ പറഞ്ഞ് കറങ്ങി തിരിഞ്ഞ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ 415 വരെ വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. ഫസ്റ്റ് പ്രയോറിറ്റി 21 പോയിന്റ്സ് ആണ്. സെക്കൻഡ് പ്രയോറിറ്റി 327 ആണ്. തേർഡ് പ്രയോറിറ്റി അതൊരു 50-50 ചാൻസേ 415-ലേക്ക് എന്തായാലും ഉള്ളൂ. എനിവേ വെയിറ്റ് ചെയ്യാം.
അപ്പോൾ 322.80 മാർക്കറ്റ് വന്നിട്ടുണ്ട്. 327 അപ്രോക്സിമേറ്റ് ലെവലാണ്. ഞാൻ ഇന്നലത്തെ വീഡിയോയിലും ഒക്കെ പറയുന്നുണ്ട്. അപ്രോക്സിമേറ്റ് ലെവലാ. ഇവിടെ ഏത് ക്യാൻഡിലിന്റെ ബേസാണ് റിജക്ഷൻ ആവണേ അല്ലെങ്കിൽ കൺസോൾട്ടേഷൻ ആവണേ എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ ചാൻസ് കിടക്കുന്നത് 345, 340, 345 ഓൾമോസ്റ്റ് ലെവല് കിടപ്പുണ്ട്. അപ്പൊ അതിലൊരു സേഫ് ആയിട്ടുള്ള ഇപ്പോ എന്താ പറയണ്ടേ 21 പോയിന്റ് 2 ലോട്ടാണെങ്കിൽ 21 പോയിന്റിൽ ബുക്ക് ചെയ്യാം. 290, 300, 314 21 പോയിന്റ് ആയിട്ടുണ്ട്. ഒരെണ്ണം കൊടുക്കാം. ഒരെണ്ണം കോസ്റ്റ് ടു കോസ്റ്റ് ഇട്ട് വെക്കാം. ഇനി അതുമല്ല കുറച്ചും കൂടെ ധൈര്യമുള്ള വ്യക്തികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ 327 325 ഭാഗത്ത് ഒരെണ്ണം കൊടുക്കാം. ഒരെണ്ണം കോസ്റ്റ് ടു കോസ്റ്റ് ഇട്ട് ഹോൾഡ് ചെയ്യാം. അല്ലെങ്കിൽ 2 പോയിന്റ് കയറ്റി വെച്ചിട്ട് ഹോൾഡ് ചെയ്തിട്ട് അവിടെ കയ്യും കെട്ടിയിരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഇൻഡെക്സ് ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത് 24,695 നിൽക്കുന്നത്. 24,718 ഒരു കൺസോൾട്ടേഷൻ സോൺ ഉണ്ട്. അങ്ങോട്ട് എന്തായാലും മാർക്കറ്റിന് പോയേ പറ്റത്തുള്ളൂ. അപ്പൊ ആ കൺസോൾട്ടേഷനെ ബേസ് ചെയ്തിട്ടാണ് 327 ഒരു ആവറേജ് പ്രൈസ് ഉള്ളത്. അതിക്കും മേലെ പോയി കഴിഞ്ഞാൽ 24,749 അവിടെ പക്ക കൺസോൾട്ടേഷൻ സോണാണ്. ആ 24,749 ലെവലില് കൺസോൾട്ടേഷൻ ചെയ്തിട്ട് ഒരു 10:30 11:30 കൂടി ബ്രേക്കൗട്ട് കിട്ടിയാൽ മാത്രമാണ് അത് മുകളിലോട്ടും ഇൻഡെക്സ് പോവുള്ളൂ. നമ്മുടെ സ്ട്രൈക്ക് 414ലേക്കും പോകത്തുള്ളൂ. സ്ട്രൈക്ക് മൂവ്മെന്റ് കിട്ടിയിട്ടില്ല. ഇൻഡെക്സ് ഓൾറെഡി 24,716 ഭാഗത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. 16 പോയിന്റും കൂടെ കേറിയാൽ മതി. കേറേണ്ടതാണ്. കൺസോൾട്ടേഷൻ സോണാണ്. കാത്തിരിക്കാം. ഓക്കെ 327 മാർക്കറ്റ് ടച്ച് ചെയ്തിട്ടുണ്ട്. 331 നിൽക്കുന്നത്. ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഒരെണ്ണം ഇവിടെ കൊടുക്കുക. 290, 330. 330 എന്ന് പറയുമ്പോഴത്തേക്കും ഓൾമോസ്റ്റ് 40 പോയിന്റ് ആയിട്ടുണ്ട്. പിന്നെ മേജർ ആയിട്ടുള്ള ഒരു ലെവൽ എന്ന് പറഞ്ഞാൽ 342 ആണ്. പിന്നെ ബാക്കിയുള്ളത് ഇനിയുള്ളത് കോസ്റ്റ് ടു കോസ്റ്റിലേക്ക് വെക്കുന്നതിൽ അർത്ഥമില്ല. ഇപ്പൊ 2 ലോട്ടാണ് എടുത്തത്. അതിലൊരെണ്ണം കൊടുക്കുക എന്നുള്ളത് മാത്രം ഓപ്ഷൻ ഉള്ളൂ. 350 കൊടുക്കുക. കാരണം പ്രീവിയസ് ആയിട്ടുള്ള ക്യാൻഡിലിന്റെ ലോവർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പൊ ഏത് നിമിഷവും അടിച്ചടപടലെ താഴത്തോട്ട് വന്നാൽ 270 ഭാഗത്തേക്ക് വന്ന് റീസപ്പോർട്ട് എടുക്കാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. അത് നേരെ താഴത്തോട്ട് വന്ന് റീസപ്പോർട്ട് എടുത്തിട്ട് തിരിച്ച് 350 ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയാൽ മാത്രമാണ് 415ലേക്കുള്ള മൂവ്മെന്റ് ഉണ്ടാവുള്ളൂ. ഇല്ലെങ്കിൽ ഇത് ദാന്ന് പറയുമ്പോൾ താഴത്തോട്ട് വരും. അതുകൊണ്ടാണ് ഇവിടെ മേജർ ആയിട്ടുള്ള ഒരു ലെവലാണ്. ഇതിന് ഈ 350ക്ക് മുകളിലോട്ടുള്ളത് 50-50 ചാൻസ് ആണെന്ന് പറഞ്ഞതിന്റെ റീസൺ പറഞ്ഞില്ല. അതിനു മുമ്പ് തന്നെ സാധനം താഴത്തോട്ട് വരുന്നുണ്ട്. 290 ഒന്നെങ്കിൽ സപ്പോർട്ട് എടുക്കണം, അല്ലെങ്കിൽ 270 സപ്പോർട്ട് എടുക്കണം, അല്ലെങ്കിൽ അതും ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വരണം. കൺസോൾട്ടേഷൻ സോണാണ്. അപ്പോൾ ഓൾമോസ്റ്റ് രാവിലത്തെ പരിപാടിയൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ളത് ലൈവ് വീഡിയോ എന്തായാലും നിർത്താം. ബാക്കിയുള്ളത് കാത്തിരുന്ന് കാണാം. 350 എബോവ് മൂവ് ചെയ്താൽ 415ലേക്കുള്ള മൂവ്മെന്റ്. അപ്പോൾ 290 മുതൽ 350 വരെ കിട്ടിയാൽ വേണ്ട, 340 വരെ കിട്ടിയാലും 50 പോയിന്റാണ് ഈസി ആയിട്ട് റൈഡ് ചെയ്യാൻ പറ്റുന്നത്. 75 വെച്ചിട്ട് നോക്കിയാൽ തന്നെ 14,000 രൂപ ഒരാഴ്ചത്തെ പണിക്കാശ് കിട്ടും. അപ്പോൾ എനിവേ ഓൾ ദ ബെസ്റ്റ് പറയാം. വീഡിയോ കാണുന്ന ആളുകൾ എന്തായാലും ഉണ്ടാവും. അപ്പോൾ പറഞ്ഞു വരുന്നത് ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ അല്ലെ ലൈവ് മാർക്കറ്റിൽ ഇംപ്ലിമെന്റ് ചെയ്ത് ലൈവ് മാർക്കറ്റിന്റെ മൂവ്മെന്റോ മനസ്സിലാക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് ലൈവിലേക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. എനിവേ ഇന്നത്തെ പരിപാടി ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നു. 9:32 ആയിട്ടുണ്ട്. ഓൾ ദി ബെസ്റ്റ്.